നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിളിനേക്കാൾ 45 മടങ്ങ് പോഷക സമൃദ്ധം. വീട്ടുമുറ്റത്തെ ഈ ഇല 4 ചവയ്ക്കൂ. ഔഷധ ഗുണങ്ങൾ കാരണം വളരെ പ്രചാരമുള്ള ഒരു പ്രകൃതിദത്ത സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ കഴിച്ചാൽ ആപ്പിൾ നൽകുന്നതിനേക്കാൾ 45 മടങ്ങ് പോഷകങ്ങൾ ലഭിക്കും. ചർമ്മ പ്രശ്നങ്ങൾക്കും വൃക്കരോഗങ്ങൾ, കുടൽ തകരാറുകൾ എന്നിവയ്ക്കും ഈ ഇല ഗുണം ചെയ്യും. ശരീര ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും വില കൊടുത്ത് ആപ്പിൾ വാങ്ങി കഴിക്കേണ്ടതില്ല. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പനിക്കൂർക്കയുടെ 4 ഇലകൾ ചവച്ചാൽ മതി. ആപ്പിൾ നൽകുന്നതിനേക്കാൾ 45 മടങ്ങ് പോഷകങ്ങൾ ലഭിക്കും. പനിക്കൂർക്ക അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കാരണം വളരെ പ്രചാരമുള്ള ഒരു പ്രകൃതിദത്ത സസ്യമാണ്. വിവിധ ആരോഗ്യ ഗുണമുള്ളതിനാൽ പലരും പനിക്കൂർക്ക ഇല ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കും ഈ ഇല ഒരു മികച്ച ചികിത്സയാണ്. ആസ്മ, ജലദോഷം, ക്ഷയം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഈ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ സഹായകരമാണ്. മാത്രമല്ല, ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അങ്ങനെ ശരീരം ക്രമേണ ശുദ്ധീകരിക്കപ്പെടുന്നു. ചർമ്മ പ്രശ്നങ്ങൾ, വൃക്കരോഗങ്ങൾ, കുടൽ തകരാറുകൾ എന്നിവയ്ക്കും ഈ ഇല ഗുണം ചെയ്യും. തൊണ്ടവേദന, വായ്നാറ്റം തുടങ്ങിയ ആന്തരിക വീക്കം കുറയ്ക്കാനുള്ള കഴിവ് ഈ ഇലയ്ക്കുണ്ട്. അതേസമയം സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. അതുവഴി തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ശരീരഭാരം ശരിയായി നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ദിവസവും ഈ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തും. ധാരാളം ഗുണങ്ങൾ ഉള്ളതിനാൽ പനിക്കൂർക്ക ഇലകൾ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ ദൈനംദിന ജീവിതത്തിൽ ഈ ഇലകൾ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. പനിക്കൂർക്ക ഇലകൾ ഉപയോഗിച്ചുള്ള രസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചേരുവകൾ: പനിക്കൂർക്ക ഇല 1 പിടി, തക്കാളി 1 അരിഞ്ഞത്, പുളിവെള്ളം 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം 1 ടേബിൾ സ്പൂൺ, മല്ലി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കശുവണ്ടി ആവശ്യത്തിന് മാത്രം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില, വെള്ളം 3 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ആദ്യം കുരുമുളകും ജീരകവും മല്ലിയും നന്നായി പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ചതയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് 5-6 പനിക്കൂർക്ക ഇലകൾ ചേർത്ത് വീണ്ടും നന്നായി ചതച്ചെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തക്കാളി ചേർത്ത് നന്നായി തിളപ്പിക്കുക. തക്കാളി വെന്ത് കഴിയുമ്പോൾ ഉടയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ചതച്ചെടുത്ത് പേസ്റ്റ് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് തക്കാളിയും പുളിവെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മാറ്റുക. രുചികരവും ആരോഗ്യകരവുമായ പനിക്കൂർക്ക രസം ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പനിക്കൂർക്ക എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹൈപ്പിനെ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.